ഞാനുള്ളത് പോത്തി സ്വർണ്ണമഹാലിന് മുന്നിലാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി കട പൂട്ടിയ സാഹചര്യത്തിലാണ് കാണാനുള്ളത്. ഇതിന് കാരണം ആവേശം തോടിലേക്ക് ഇവിടുത്തെ ടോയ്ലറ്റ് മാലിന്യങ്ങൾ ഒഴുക്കി വിട്ടു എന്നുള്ളതാണ്. ഇതിനു പുറമെ കടയ്ക്ക് ലൈസൻസ് ഇല്ല എന്നുള്ള ആക്ഷേപവും കാണുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷം പലരും പ്രതികരിക്കാൻ തയ്യാറായില്ല, എന്നാൽ 1-2 പേർ പ്രതികരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. നമ്മുടെ നാട്ടിലെ ഈ കോർപ്പറേഷൻ്റെ ആമയിഴഞ്ചൻ തോടിൽ ശ്രീ ജോയ് മരണപ്പെട്ടത് അഴുക്കുചാലിൽ വീണാണ്. അതിൻ്റെ ഉത്തരവാദിത്തം നമ്മൾ തിരുവനന്തപുരം നിവാസികൾ എന്ന നിലയിൽ നമ്മളെല്ലാവർക്കും അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ഇത് അപ്പോൾ ഈ ഇവിടുത്തെ പ്രശസ്തമായ പല സ്ഥാപനങ്ങളും അവരുടെ വേസ്റ്റുകൾ അവരുടെ പുറകുവശം വഴി, മുന്നെല്ലാം നല്ല വൃത്തിയായിരിക്കും, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അവരുടെ പുറകുവശം പോയി നോക്കിയാൽ ആമയിഴഞ്ചാൻ തോടിനേക്കാളും കേവലം കെട്ട അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഇതിനെതിരെ നഗരസഭ എന്ത് നടപടി സ്വീകരിച്ചെന്നാലും ഇത്തരം നടപടികളെ തിരുവനന്തപുരം സ്വദേശി എന്ന നിലയിലും ഇവിടുത്തെ ജീവിക്കുന്നു എന്ന നിലയിലും എല്ലാവിധ സ്വാഗതം നമ്മൾ ചെയ്യണം. ഇതിനെതിരെ നടപടിയെടുക്കണം എന്നാണ് ശക്തമായ എൻ്റെ അഭിപ്രായം. ഈ പ്രശസ്തമായ സ്ഥാപനം മാത്രമല്ല, ഇവിടുത്തെ പല സ്ഥാപനങ്ങളുടെയും പിന്നാമ്പുറം അന്വേഷിക്കണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നു. ഇന്നലെ അവിടെ വന്നിട്ട് ഒരു കേട് കിടന്നപ്പോൾ ലൈസൻസ് ഒന്നുമില്ല. അവിടുത്തെ മാലിന്യം ഓടയിൽ ഒഴുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് പൂട്ടിയിരിക്കും. അതാണ് നമുക്കറിയാം. ഇന്നലെ വന്നിട്ട് ഉദ്ദേശം ഒരു 7 മണിയാണെന്ന് തോന്നുന്നു. ഇതുകൊണ്ട് ആ ഓട വഴി ഒലിച്ചിറങ്ങണമെന്നാണ് പറയണത്. നമ്മൾ പിന്നെ അതൊന്നും പൊക്കി നോക്കാനൊന്നും നമുക്കറിഞ്ഞൂടും. അങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയണം. നീ കണ്ടറിയാനോ? ലൈസൻസ് ഇല്ല. അതെല്ലാം വാക്യമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു. ലൈസൻസ് ഇല്ല, 1.5 കൊല്ലമാണ്. അല്ല, അവരിങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു 4 മലവണ്ടി വന്ന് എടുത്തുകൊണ്ട് പോകണം. 4 പ്രാവശ്യം ഒരു കാലത്ത് 4 മലവണ്ടിയിൽ എടുത്തുകൊണ്ട് പോകണം. ഇല്ലാത്ത പറഞ്ഞുകൂടാ. നമ്മൾ ചെയ്തത് മലവണ്ടി വന്ന് കാലത്തെ 4 വണ്ടി എടുത്തുകൊണ്ട് പോകണം. അതിനുള്ള ഇതും അവർ വാങ്ങുന്നു. പിന്നെ എങ്ങനെയാണെന്നുള്ളത് സംഭവിച്ചാൽ നമുക്കറിഞ്ഞൂടാ. നമ്മൾ പിന്നെ അതിൻ്റെ അകമൊന്നും കണ്ടിട്ടില്ല. 4 ദിവസം കഴിഞ്ഞ് ഇതേ കണക്ക് തന്നെ ആ ലൈസൻസ് ഉണ്ടായിരുന്നു, നമുക്ക് തെറ്റുപറ്റി എന്നും വരും. അതുകൊണ്ട് ഇതൊന്നും തുറന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെടുത്തിട്ട് അടിക്കാൻ ആളുകൾ.